സെക്രട്ടേറിയറ്റ് ഉപരോധ വേദിയിൽ അടുത്ത ഘട്ട സമരം പ്രഖ്യാപിച്ച് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഈ മാസം 20 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. 3 സമരസമിതി നേതാക്കൾ നിരാഹാരമിരിക്കും. കനത്ത ചൂടിലും സമരം തുടർന്ന ആശമാർ തളർന്നു വീണു. സമരം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഓണറേറിയം നിബന്ധനകളിൽ ഇളവ് വരുത്തി സർക്കാർ ഉത്തരവിറക്കി. ഓണറേറിയം നിബന്ധനകളിൽ ഇളവ് വരുത്തുമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ടും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ നടപ്പാക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. ആശാ വർക്കർമാർ സമരം തുടരുന്നതിനിടെ ഓണറേറിയം കിട്ടുന്നതിനുള്ള 5 മാനദണ്ഡങ്ങൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഇതിനിടെ സമരത്തിനെതിരെ വീണ്ടും CPIM സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തി. SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരാണ് സമരത്തിന് പിന്നിലെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. രാഷ്ട്രീയ പ്രേരിതമാണ് ആ സമരത്തിന്റെ എല്ലാ പ്രശ്നം. ആ സമരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുണ്ട്. SUCI, ജമാഅത്തെ ഇസ്ലാമി, SDPI ഉൾപ്പെടെയുള്ളവർ അവരെയാണ് ഞങ്ങൾ ശക്തി എതിർക്കുന്നത്. അല്ലാണ്ട് ആശാ വർക്കർമാരോട് ഞങ്ങൾക്ക് എന്താ വിരോധമുള്ളത്? വിഷയത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകില്ലെന്ന സൂചനയാണ് LDF കൺവീനർ TP രാമകൃഷ്ണനും നൽകിയത്. സർക്കാർ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് മുന്നണി കൺവീനറുടെ പ്രതികരണം. ഓണറേറിയം 1000 രൂപയിൽ നിന്ന് 7000 രൂപ വരെ വർദ്ധിപ്പിക്കുന്ന നിലപാട് കേരള ഗവൺമെന്റ് വ്യത്യസ്ത ഘട്ടങ്ങളിലായി എടുത്തിട്ടുണ്ട്. അത് ഇവരുടെ തൊഴിൽ ചെയ്യുന്ന വിഭാഗം എന്നുള്ള നിലയ്ക്കുള്ള അവരോടുള്ള അനുഭവത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മാത്രം അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അവർക്കിനിയും ഓണറേറിയം വർദ്ധിപ്പിക്കണം. അവരുടെ തൊഴിലിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തണം. ചെയ്യുന്ന തൊഴിലിനാണല്ലോ ഇൻസെൻറ്റീവ് നൽകുന്നത്. അതെല്ലാം കൃത്യമായി നൽകുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായുള്ള നിലപാട് വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ ഇതെല്ലാം സ്റ്റേറ്റിന്റെ ചെലവിൽ വഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സ്ഥിതിയിൽ കഴിയില്ല. ഇതിനിടെ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കെതിരെ CPI MP സന്തോഷ് കുമാർ രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി. നമ്മുടെ സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനും അതിനെ പരമാവധി ദ്രോഹിക്കുന്നതിനും സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കരുതൽ വീഴ്ത്തുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളായിട്ടാണ് ആശാ വർക്കറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടന്നു വരുന്നത്. അപ്പോൾ അതിനെ തുറന്നു കാണിക്കുക എന്നൊരു ഉദ്ദേശമായിരുന്നു. അത് സമർപ്പിച്ചിട്ടുണ്ട്. രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് ആശാ വർക്കർമാർ ഉപരോധിച്ചു. MG റോഡിന് മുന്നിൽ സമരം ചെയ്ത ആശാ വർക്കർമാരിൽ നിരവധി പേർ കനത്ത ചൂടിൽ കുഴഞ്ഞു വീണു. മഴയും വെയിലും എല്ലാം അവഗണിച്ച് സമരം ശക്തമാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടരുന്ന ആശാ സമരമാണ് ഇന്ന് റോഡ് ഉപരോധത്തിലെത്തിയത്. ഈ മാസം 20 മുതൽ നിരാഹാര സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയുള്ള മാനദണ്ഡങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങി. പക്ഷേ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.